വവ്വാലുകളിൽ നിന്ന് COVID-19 പകരുമോ? നിങ്ങളും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടല്ലേ? ഹലോ, ഞാനൊരു വവ്വാലാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ഇവിടെയുണ്ട്. ഇല്ല, നിങ്ങൾക്ക് COVID-19 എന്റെ അടുത്ത് നിന്ന് പകരില്ല. ഇതെന്ത് നല്ല വാർത്തയാണല്ലേ? ഞാൻ കുറച്ചു കാര്യങ്ങൾ കൂടി പറയാം. നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാൽക്കണിയിലൂടെ പറക്കുന്നതും. ആരാധനാലയങ്ങൾക്കടുത്ത് എന്റെ ചിറകടിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് അടുത്തുള്ള ഉദ്യാനത്തിൽ കണ്ടിട്ടുണ്ടാവും. എന്നെ പോലുള്ള വവ്വാലുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരോടൊപ്പം സമാധാനപരമായി ജീവിച്ചു വരുവാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് COVID-19 പകർച്ചവ്യാധിയെ പറ്റിയുള്ള വാർത്തകളിൽ ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ദേഷ്യമോ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പേടി വരെ തോന്നുന്നുണ്ടാവും ഞങ്ങളുടെ അടുത്ത്. എനിക്ക് മനസ്സിലാകും. എനിക്കും മറ്റെല്ലാ വവ്വാലുകൾക്കും ഇത് പേടിപ്പെടുത്തുന്ന സമയമാണ്. മനുഷ്യർ നമ്മളിൽ നിന്ന് അവർക്ക് COVID-19 കിട്ടുമോന്ന് ഭയക്കുന്നു. അത് കാരണം നമ്മൾ താമസിക്കുന്ന മരങ്ങൾ അവർ വെട്ടിമാറ്റുന്നു. ക്ഷേത്രങ്ങളിലും ഗുഹകളിലുമുള്ള ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ ഓടിക്കുന്നു. വളരെയധികം ഗവേഷണങ്ങൾക്ക് ശേഷം COVID-19 കാരണമാകുന്ന വൈറസുകൾ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്നില്ലെന്ന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യത്തിൽ വവ്വാൽ കഷ്ടത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ വവ്വാലുകളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നതിലൂടെയോ COVID-19 പകരുമെന്നതിന് യാതൊരു തെളിവുമില്ല. എന്നാൽ ഇതിനർത്ഥം നമുക്ക് ആലിംഗനം ചെയ്ത് ആഘോഷിക്കാമെന്നല്ല. എല്ലാ വന്യമൃഗങ്ങളെയും പോലെ വവ്വാലുകളിൽ നിന്നും നിങ്ങൾ കുറച്ച് ദൂരം പാലിക്കണം. ഇപ്പോഴും എപ്പോഴും. ഞാൻ നിങ്ങളുടെ സ്വീകരണമുറി സന്ദർശിക്കുകയാണെങ്കിൽ അതിനർത്ഥം എനിക്ക് വഴി തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ടാവും. ഭയപ്പെടേണ്ട. ഫാനും ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഒരു ജനല് തുറന്നിടുക. ഞാൻ എന്റെ വഴിക്ക് പൊക്കോളും. COVID-19 വൈറസ് എങ്ങനെ എവിടെ നിന്ന് വരുന്നുവെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു പാറ്റേൺ കാണിക്കുന്നത് COVID-19 പോലുള്ള വൈറസുകൾ വരുന്നത് നമ്മൾ കാടുകൾ നശിപ്പിക്കുന്നതിനാലാണ് എന്നാണ്. ആയിരക്കണക്കിന് മരങ്ങളും എന്നെ പോലെയുള്ള മൃഗങ്ങളും വസിക്കുന്ന ആ കാട്, അതിന്റെ കൂടെ വന്യജീവി കടത്തലും ലോകമെമ്പാടുമുള്ള വലിയ തോതിലുള്ള വ്യാവസായിക കൃഷിയും വന്യമൃഗങ്ങളുടെ പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങൾ മൃഗങ്ങളുടെ ശരീരത്തിലെ വൈറസുകൾ പുറത്തു ചാടാൻ കാരണമാക്കുന്നു. മാത്രമല്ല, മനുഷ്യർക്ക് ഈ വൈറസുകളുമായി സമ്പർക്കത്തിലെത്താനും എളുപ്പമാക്കുന്നു. നിങ്ങളും ഞാനും താമസിക്കുന്ന ലോകത്ത് വവ്വാലുകൾ ധാരാളം കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, ചോളം എന്നിവ പോലുള്ള ഭക്ഷ്യവിളകൾക്ക് ഞങ്ങൾ സൗജന്യ കീടനിയന്ത്രണം നടത്തുന്നു. കൊതുകുകളെ ലഘുഭക്ഷണമാക്കാനും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെ പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പഴങ്ങളിൽ ചിലത് വാഴപ്പഴം, ഞാവൽപ്പഴം, പേരയ്ക്ക എന്നിവയാണ്. കൂടാതെ ഈ മരങ്ങളുടെ പൂക്കളിൽ പരാഗണം നടത്തി ഞങ്ങൾ അവയ്ക്ക് കൂടുതൽ പഴങ്ങളും വിത്തുകളും ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. മറ്റു മൃഗങ്ങളെ പോലെ തന്നെ ദയവായി ഞങ്ങൾ കഴിച്ചതിന്റെയും ബാക്കി എടുക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. ആലിന്റെയും അരയാലിന്റെയും തണലും അഭയവും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മാത്രമല്ല, ഞങ്ങൾ അവയുടെ വിത്തുകൾ പുതിയ സ്ഥലങ്ങളിൽ വളരാനായി വിതരണവും ചെയ്യുന്നുണ്ട്. ഇതുപോലെ പ്രകൃതിയിലും മനുഷ്യന്റെ ആരോഗ്യത്തിലും ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. അത് കാരണം ഞങ്ങളെ ഉപദ്രവിക്കുകയോ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ ഓടിക്കുകയോ ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും പ്രകൃതിയിൽ അവരവരുടെ ഭാഗങ്ങൾ വഹിക്കാം. ഇത്രയും കേട്ടതിന് നന്ദി. ദയവായി എന്റെ സന്ദേശം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൈമാറുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് COVID-19 പോലുള്ള രോഗങ്ങൾ തടയാൻ കഴിയും.